നമസ്കാരം. സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തവും കാര്യക്ഷമമാക്കുന്നതിനും കേരള സർക്കാർ ആവിഷ്കരിച്ച കെ ഫോൺ പദ്ധതി വലിയൊരു വിപ്ലവമായി മാറുകയാണ്. ഡിജിറ്റൽ സമത്വം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ പടിയും ഏറെ ഉത്സാഹത്തോടെയാണ് കയറിപ്പോകുന്നത്. കണക്ടിംഗ് ദ അൺകണക്റ്റഡ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി തിരുവനന്തപുരം കോട്ടൂരിലെ ചോനമ്പാറ, വാലിപ്പാറ ആദിവാസി മേഖലകളിൽ 103 വീടുകളിലേക്ക് കെ ഫോൺ കണക്ഷൻ നൽകിയത് ഈ അടുത്താണ്. പരിധിക്കപ്പുറം നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. ഇന്റർനെറ്റ് സൗകര്യമില്ലാത്ത ഇടങ്ങളിലേക്കും അത് എത്തിക്കുക എന്നത് കെ ഫോണിന്റെ ലക്ഷ്യമാണ്. വ്യക്തിപരമായ താല്പര്യത്തിന് പുറത്താണ് ബൃഹത്തായ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. സർക്കാരിൽ നിന്നും എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. 31,000 കിലോമീറ്റർ ഉള്ള നെറ്റ്വർക്കാണ് നമ്മുടേത്. 75,000 കണക്ഷനുകൾ ഇതുവരെ നൽകി. 2025 കഴിയുമ്പോഴേക്കും ആകെ കണക്ഷനുകൾ 2.5 ലക്ഷത്തിലധികമാക്കുകയാണ് ലക്ഷ്യം. അത് സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആദിവാസി മേഖലകളിലും പാവപ്പെട്ടവരുടെ ഇടയിലും കെ ഫോൺ എത്തിക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന. പണമടച്ച് ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യർ ധാരാളമുണ്ട്. ആദിവാസി മേഖലകളിലെല്ലാം CSR ഫണ്ട് ഉപയോഗിച്ച് അത്തരത്തിൽ കെ ഫോൺ കണക്ഷൻ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അതൊരു വെല്ലുവിളിയാണ്. തിരുവനന്തപുരം കോട്ടൂർ മേഖലയിൽ 2 ആദിവാസി ഊരുകളിലായി 93 കുടുംബങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി കണക്ഷൻ കൊടുത്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹായത്തോടെയാണ് അത് ചെയ്തത്. ഇതുപോലെ CSR ഫണ്ട് ഉപയോഗിച്ച് കണക്ഷൻ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിനായി കമ്പനികൾ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. കേബിൾ ഓപ്പറേറ്റർമാർക്കും ജനങ്ങൾക്കും പദ്ധതി അതിവേഗം ലഭ്യമാക്കാൻ കഴിയും വിധമാണ് കെ ഫോണിന്റെ പ്രവർത്തനം. ഓപ്പറേറ്റർമാർക്ക് കെ ഫോൺ പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള വിവരം ലഭിക്കും. കെ ഫോൺ ഏറ്റവും കുറഞ്ഞ താരിഫ് 1 മാസത്തേക്ക് GST ഉൾപ്പെടെ 353 രൂപയുടെ പ്ലാനാണ്. ഇതിൽ സെക്കൻഡിൽ 20 MB സ്പീഡിലാണ് ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നത്. 412 രൂപയുടെ 30 MB, 1474 രൂപയുടെ 250 MB എന്നിവ കൂടാതെ 6 മാസം 1 വർഷം പ്ലാനുകളും ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും. അങ്ങനെയുള്ള മനുഷ്യരെ മുന്നിൽ കണ്ടാണ് കണക്ടിംഗ് ദ അൺകണക്റ്റഡ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഈ വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സംസ്ഥാനത്ത് CSR കോൺക്ലേവ് നടത്താൻ ആലോചിക്കുന്നുണ്ട് സർക്കാർ. 4600 ആദിവാസി ഊരുകളാണ് കേരളത്തിൽ ഉള്ളതെന്നാണ് കണക്കുകൾ. എല്ലാ മനുഷ്യരുടെ ഇടയിലേക്കും കെ ഫോൺ എത്തിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ ഇനിയും വിശ്രമമില്ലാതെ പരിശ്രമിക്കുകയാണ് സർക്കാർ.